ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്പനയിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പ്രോട്ടീൻ പൗഡർ ആവശ്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ. ഓക്കെ, ഞാനിന്ന് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്പം എന്നും മിക്കവാറൊക്കെ വർക്കൗട്ട് വീഡിയോസ് അല്ലേ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോസും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഫ്രണ്ട്സ്, വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോട്ടീൻ പൗഡർ ആവശ്യമുണ്ടോ? അപ്പം അതിനു മുമ്പായിട്ട് നിങ്ങൾ പ്രോട്ടീൻ പൗഡർ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്, പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് വേ എന്ന് പറയുന്നത്. അതിനെ വിവിധ തരം പ്രോസസ്സിങ്ങുകളൊക്കെ നടത്തിയിട്ട് അതിനെ പൗഡർ രൂപത്തിൽ വിപണിയിൽ എത്തിക്കുന്നതാണ് ഈ പ്രോട്ടീൻ പൗഡേഴ്സ് എന്ന് പറയുന്നത്, ഈ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അല്ലാതെ പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറോയിഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെയൊക്കെ കുറേ തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് മറ്റേ സ്റ്റെറോയിഡ്സൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ ജെന്യുവനായിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ മാത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. കാരണം പ്രോട്ടീൻ സപ്ലിമെൻ്റ് തന്നെ ഇന്ത്യൻ വിപണിയിൽ തന്നെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അതിനകത്ത് ജെനുവിൻ ഏതാണ്, കൊള്ളാത്ത ഏതാണെന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് മേടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് ഒരു നല്ല മാർഗ്ഗം. കാരണം വളരെ ജെനുവിനായിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ മാത്രം മേടിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പം നമുക്കറിയാം, ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മിക്കവാറും ആൾക്കാർക്കൊക്കെ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് കഴിച്ച് പണി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ അവർക്ക് പൊതുവേ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡ് പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ളവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് കഴിച്ച് കഴിഞ്ഞാൽ പലവിധ വിഷയങ്ങൾക്ക് കാരണമാകും. ഓക്കെ, അല്ലാതെ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് കഴിച്ചു എന്ന് കരുതിയിട്ട് ആരും മരിച്ചു പോയ ചരിത്രമൊന്നും ഇതുവരെയൊക്കെ എങ്ങും എഴുതി വെച്ചിട്ടില്ല. അപ്പം ഞാൻ പറയാൻ വന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ആവശ്യമുണ്ടോ, പ്രോട്ടീൻ പൗഡർ ആവശ്യമുണ്ടോ? ഫ്രണ്ട്സ്, ഒരു കാര്യം മനസ്സിലാക്കുകയെന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഒരു കിലോ വെയ്റ്റിന് നമുക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 1 ഗ്രാം പ്രോട്ടീനാണ്. എന്നുവെച്ചാൽ നിങ്ങൾ 60 കിലോ ഉള്ള ഒരാൾ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു ദിവസം നിങ്ങൾക്ക് 60 ഗ്രാമോളം പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. 60 കിലോ ഉള്ള ഒരു വ്യക്തിക്ക് ഏകദേശം 60 ഗ്രാമോളം പ്രോട്ടീൻ ഒരു ദിവസം ആവശ്യമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ആഹാര രീതി നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ മലയാളികൾ മിക്കവാറും പ്രോട്ടീൻ്റെ ഭക്ഷണം വളരെ കുറവാണ് കഴിക്കുന്നത്. മിക്കവാറും പ്രോട്ടീൻ്റെ പോരായ്മ കൊണ്ട് പലർക്കും പല അസുഖങ്ങളും വരുന്നുണ്ട്, അങ്ങനെ കാണപ്പെടുന്നുണ്ട്. അപ്പം പ്രോട്ടീൻ വർക്കൗട്ട് ചെയ്യുന്നവർക്ക്, ഇത് ഞാൻ പറഞ്ഞ നോർമൽ ഒരു വ്യക്തിക്ക് വേണ്ടുന്ന പ്രോട്ടീൻ്റെ അളവാണ്. പക്ഷേ വർക്കൗട്ട് ചെയ്യുന്നവർ, അതും നിങ്ങളിപ്പോൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന സാധാ വർക്കൗട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ വലിയ ഹൈലി ഇൻറ്റൻസിറ്റി ഒന്നുമല്ല, നോർമലായിട്ടുള്ള വെറുതെ ഒരു 10-20 മിനിറ്റ് വെറുതെയുള്ള വർക്കൗട്ടുകളാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നോർമലായിട്ടുള്ള പ്രോട്ടീനിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഹൈലി ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ 1 മണിക്കൂറിന് മുകളിലൊക്കെ നിങ്ങൾ വല്ലാത്ത രീതിയിൽ ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോട്ടീൻ്റെ അളവ് കൂട്ടേണ്ടി വരും. ഓക്കെ ഫ്രണ്ട്സ്, ഒരു 1 എന്നുള്ളത് 1.5 ഗ്രാം എന്നുള്ള രീതിയിലോട്ടൊക്കെ നിങ്ങൾക്ക് മാറ്റേണ്ടി വരും. ഓക്കെ, ഇനി ഞാൻ പ്രോട്ടീൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത കാര്യം വെച്ചാൽ, വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന നമ്മൾ ആദ്യം നമ്മുടെ ഫുഡിനെ കുറിച്ച് നല്ലോണം പഠിക്കുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നവർ. കാരണം നമുക്ക് ഒരു ദിവസം എത്ര ഗ്രാം പ്രോട്ടീൻ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നുണ്ട് നമുക്കറിയാം. നമ്മൾ കഴിക്കുന്നത് വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറ്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഒരു കഷ്ണം മീൻ, രാത്രി വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും ഉഴുന്നോടെ പരിപ്പോടെ, അല്ലെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ചോറ്, ചെറിയൊരു കഷ്ണം മീൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ 60 ഗ്രാം പോയിട്ട് ഒരു 20 ഗ്രാം പ്രോട്ടീൻ പോലും ദിവസേന കിട്ടാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പം ഹൈലി വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫുഡിനകത്തൂടെ പ്രോട്ടീൻ പരമാവധി ഉൾപ്പെടുത്തി, നമുക്ക് ഒരു ദിവസം കുറഞ്ഞത്, നമുക്കറിയാം ചെറുപയർ പ്രോട്ടീൻ്റെ വലിയൊരു സോഴ്സാണ്. 100 ഗ്രാം ചെറുപയറിൽ നിന്ന് നമുക്ക് 25 ഗ്രാമോളം പ്രോട്ടീൻ കിട്ടും. സോയാബീൻ 50 ഗ്രാമിൽ നിന്ന് 25 ഗ്രാമോളം പ്രോട്ടീൻ കിട്ടും. എഗ്ഗിൽ നിന്നും വളരെ നല്ല ഒരു ചീപ്പായിട്ടുള്ള പ്രോട്ടീൻ സോഴ്സാണ് എഗ്ഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തെല്ലാം തന്നെ നമുക്ക് നല്ല പ്രോട്ടീൻ സോഴ്സസ് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതൊക്കെ കണ്ടറിഞ്ഞ് അതേ കണക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടുന്ന പ്രോട്ടീൻ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റില്ല, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മളതൊന്നും കഴിക്കാറില്ല, അതാണ് പ്രശ്നം. അപ്പം
അപ്പം നമുക്ക് ഒരു സൊല്യൂഷൻ അന്നേരം വേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേ പ്രോട്ടീനിലോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പം വേ പ്രോട്ടീൻ കഴിക്കുമ്പം നമുക്ക് ഏകദേശം നല്ല ജെന്യുയിനായിട്ടുള്ള കമ്പനികളൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു സ്കൂപ്പ് പ്രോട്ടീനിൽ നിന്ന് ഏകദേശം നമുക്കൊരു 25-27 ഗ്രാമോളം പ്രോട്ടീൻ കിട്ടുമെന്നാണ് അവരൊക്കെ അവകാശപ്പെടുന്നത്. അത് ചിലപ്പം 1-2 ഗ്രാം കുറഞ്ഞിരിക്കും, പക്ഷേ എന്നാലും അത്രത്തോളം പ്രോട്ടീൻ ഒരേ സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, വേ പ്രോട്ടീൻ്റെ. അപ്പം വേ പ്രോട്ടീൻ ഉപയോഗിക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ വേ പ്രോട്ടീൻ്റെ പ്രചാരകനൊന്നുമല്ല. അപ്പം അത് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ ജെന്യുയിനായിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ബോഡിക്ക് പ്രോട്ടീൻ റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡിൽ നിന്ന് നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വേ പ്രോട്ടീൻ ഉപയോഗിക്കുക. അത് നല്ല ജെന്യുയിനായിട്ടുള്ള കമ്പനികളുടെ വേ പ്രോട്ടീൻ മാത്രം മേടിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് വേ പ്രോട്ടീൻ ഉപയോഗിക്കുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നോർമലി വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യമില്ല. അതല്ല, നിങ്ങൾ ഹാർഡായിട്ടുള്ള ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ബോഡിക്ക് പ്രോട്ടീൻ നല്ല രീതിയിൽ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം. അപ്പം നിങ്ങൾക്ക് ആ ഫുഡിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ല കമ്പനിയുടെ ഒരു ബ്രാൻഡ് നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല. അതിലുപരി നമുക്ക് പെട്ടെന്ന് ഈ വേ പ്രോട്ടീനൊക്കെ വെച്ചാൽ നമ്മൾ കലക്കി പെട്ടെന്ന് കുടിക്കുന്നുണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഗുണമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കിട്ടാനും സഹായിക്കുന്നതാണ് ഓക്കെ ഈ പ്രോട്ടീൻ. അപ്പം നിങ്ങൾ സംശയങ്ങൾ മാറിയെന്ന് വരുന്നു. അപ്പം വേ പ്രോട്ടീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. ഞാൻ പറഞ്ഞല്ലോ, വേ പ്രോട്ടീൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും കിഡ്നി പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡ് പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നങ്ങളിലോട്ട് അല്ലെങ്കിൽ മറ്റുള്ള കുഴപ്പങ്ങളിലൊക്കെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വേ പ്രോട്ടീൻ പല ആൾക്കാരും പറഞ്ഞല്ലോ, വേ പ്രോട്ടീൻ കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഭാവിയിൽ കുട്ടികളുണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. വെറുതെ ഓരോ മിത്തുകളാണ്, തെറ്റിദ്ധാരണകളാണ്. ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ ഈ ചിലർ പറയുമ്പോൾ ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതാണ് ജിമ്മിൽ പോകുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്, വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പ്രോട്ടീനൊന്നും കഴിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് സ്റ്റെറോയിഡ്സിൻ്റെ ഉപയോഗം കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ്. ഓക്കെ, അല്ലാതെ വേ പ്രോട്ടീൻ കഴിക്കുന്നുണ്ടോ, പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നുണ്ടോ, നമുക്ക് യാതൊരു ബോഡിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തരുന്നു. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് പ്രോട്ടീൻ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ അതിന് കിട്ടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതല്ല, നിങ്ങൾക്ക് ഈ പ്രോട്ടീൻ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സിലോട്ട് പോവുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കുന്നു. അതിനൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതിനൊക്കെ ഇങ്ങനെയുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. അത് തന്നെ കമൻറ്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ടാണെന്ന് പറയാം. ബൈ.